വെൽക്കം ബാക്ക് ടു ന്യൂമറീസ് കാർസ് കേരള. ഇത് നമ്മുടെ കയ്യിലിരിക്കുന്ന ഒരു ക്യൂട്ടാണ് ബട്ട് പവർഫുൾ ആയിട്ടുള്ളൊരു കാറാണ് ഹോണ്ട ബ്രിയോ. അപ്പോൾ നമുക്ക് ഈ വണ്ടിയുടെ വിശേഷങ്ങളിലേക്ക് കിടക്കാം. ഇത് 2013 മോഡൽ സിംഗിൾ ഓണർ വണ്ടിയാണ്. 90,000 കിലോമീറ്റർ ഓടി. ഇന്നവരെ എൻജിൻ കംപ്ലയിൻസ് വരാത്തൊരു മോഡലാണ് ഹോണ്ടയുടെ ഐവിടെക്. അപ്പോൾ ഈ എൻജിൻ വരുന്ന വണ്ടി അത്യാവശ്യം നല്ലൊരു പ്രോപ്പർ കണ്ടീഷനിലാണ് ഇരിക്കുന്നത്. നല്ല പെർഫെക്റ്റ് കണ്ടീഷനാണ്. നമ്മൾ ഫ്രണ്ട് വൈസ് നോക്കുകയാണെങ്കിൽ തന്നെ നല്ല ക്യൂട്ടായിട്ടുള്ള കാറാണ്. പെയിൻറ്റ് ക്വാളിറ്റി നല്ല പെർഫെക്റ്റ് ആണ്. ഹെഡ്ലൈറ്റൊക്കെ ആണെങ്കിലും ഓവർ മങ്ങിയിട്ടൊന്നുമില്ല. ഗ്രില്ലും അത്യാവശ്യം ഒരു സ്റ്റോക്ക് കണ്ടീഷനിൽ തന്നെ വണ്ടി ഇരിക്കുന്നുണ്ട്. സൈഡ് പ്രൊഫൈലിലേക്ക് പോവുകയാണെങ്കിലും ടയർ അത്യാവശ്യമുണ്ട്. ഒരു 60 എബവ് എന്തായാലും ടയർ ഇരിക്കുന്നുണ്ട്. എസ് ഓപ്ഷനാണ്. പിന്നെ മിറർ ഇലക്ട്രിക്കലി അഡ്ജസ്റ്റബിൾ ആണ്. പിന്നെ നമ്മൾ ഡോർ വൈസ് നോക്കുകയാണെങ്കിലും നല്ല സ്പോർട്ടി ആയിട്ടുള്ളൊരു ലുക്കാണ്. നല്ല രസമുള്ള കാറാണ്. അത്യാവശ്യം മോഡിഫിക്കേഷൻ ആയാലും ആൾക്കാർ കൊണ്ടുപോകാറുണ്ട്, ഫാമിലി പർപ്പസിനായാലും ആൾക്കാർ കൊണ്ടുപോകാറുണ്ട്. നല്ല ലുക്കാണ് കാർ ഓവറോൾ കാണുമ്പോൾ തന്നെ. നല്ലൊരു ഡിസൈനാണ് ഹോണ്ട ചെയ്തിരിക്കുന്നത്. ഈ ബോഡി ലൈനൊക്കെ കണ്ടോ, ഇങ്ങനെ സ്ലാൻഡിങ് ആയിട്ടുള്ള ബോഡി ലൈനും വണ്ടിയുടെ ഷേപ്പൊക്കെ കാണുമ്പോൾ തന്നെ നല്ലൊരു രസമായിരിക്കും. പെട്ടെന്ന് അട്രാക്റ്റ് ചെയ്യുന്നൊരു കളറും കൂടെയാണ്. പിന്നെ വണ്ടി നല്ല പെർഫെക്റ്റ്ലി പോളിഷ്ഡ് ആണ്. നല്ലൊരു ക്ലീൻ ലുക്ക് ഉണ്ട് വണ്ടിക്ക്. പിന്നെ വണ്ടിയുടെ സൈഡ് പ്രൊഫൈലും ഇതൊക്കെ നോക്കിക്കഴിഞ്ഞിട്ട് ബാക്ക് പ്രൊഫൈൽ നോക്കുകയാണെങ്കിൽ പോലും നല്ലൊരു ഒരു ജാപ്പനീസ് കാർ അല്ലെങ്കിൽ അത്രയും ഒരു പ്രോപ്പർ മോഡിഫൈ ഒക്കെ ചെയ്യാൻ പറ്റിയതും അത്യാവശ്യം സ്പോർട്ടി ആയിട്ടുള്ള ലുക്കാണ് ഈ കാറിൻ്റെ ബാക്ക് വശം. പിന്നെ ഇതിൻ്റെ ബൂട്ട് സ്പേസ് ഓപ്പൺ ചെയ്യുന്നതിനും ഒരു പ്രത്യേകതരം വേ ഉണ്ട്. അത് ഞാൻ കാണിച്ചു തരാം. മറ്റ് കാർ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ നമ്മൾ ഡയറക്റ്റ്ലി ഇതിൻ്റെ ഗ്ലാസ് ലിഡ് തന്നെയാണ് ഓപ്പൺ ചെയ്യുന്നത്. കണ്ടോ എന്ത് മനോഹരമാണ് ഈ ഡിസൈൻ. പോരാത്തതിന് പാഴ്സൽ പ്ലേറ്റും ഇതിൽ വരുന്നുണ്ട്. അത്യാവശ്യം സാമാന്യം ഒരു ഫാമിലിക്ക് പറ്റിയൊരു ബൂട്ട് സ്പേസും ഇതിൽ വരുന്നുണ്ട്. ഓവറോൾ കണ്ട വണ്ടി അത്യാവശ്യം നല്ലൊരു നീറ്റാണ്. നിങ്ങൾ ഇവിടെയൊക്കെ നോക്കിക്കോളൂ, വണ്ടിക്ക് കാര്യമായിട്ട് ഒരു പ്രശ്നങ്ങളുമില്ല. കാർ ഈസ് ഓൾറെഡി ഇൻ പെർഫെക്റ്റ് കണ്ടീഷൻ. നല്ലൊരു കാറാണ്. പിന്നെ ബാക്ക് സൈഡ് നോക്കുകയാണെങ്കിൽ പോലും ഹോണ്ടയുടെ എസ് ഓപ്ഷനാണ്, മിഡിൽ ഓപ്ഷനാണ്. വിത്ത് റിയർ പാർക്കിംഗ് സെൻസറൊക്കെ സ്റ്റോക്കായിട്ട് തന്നെ വണ്ടിയിൽ വരുന്നുണ്ട്. ഹെഡ്ലൈറ്റൊക്കെ കണ്ടോ എന്ത് നല്ല ഡിസൈനാണ്. അത്ര ക്ലീൻ ആയിട്ടുള്ള ബാക്കാണ്. പിന്നെ നമ്മൾ സൈഡ് പ്രൊഫൈൽ നോക്കുകയാണെങ്കിലും നേരത്തെ കണ്ട പോലെ തന്നെ വണ്ടിക്ക് ഓവറോൾ ഒരു നല്ലൊരു സ്പോർട്ടി ലുക്കുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ ബോഡി ലൈനും ബി പില്ലർ സി പില്ലറൊക്കെ കംപ്ലീറ്റ്ലി ഒരു ക്യൂട്ടായിട്ടുള്ള ലുക്കാണ്. ടയേഴ്സ് ആയാലും അത്യാവശ്യം ഒരു 60 എബവ് തന്നെ ഉണ്ട്. നല്ല സ്റ്റോക്ക് കണ്ടീഷനിലുള്ള ടയറാണ്. അത്യാവശ്യം നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റിയ ടയറാണ്. ഇതാണ് വണ്ടിയുടെ സൈഡ് വൈസ് നോക്കുകയാണെങ്കിൽ. അങ്ങനെ വണ്ടിയുടെ ഇൻറ്റീരിയറിലേക്ക് കിടക്കാം. നമ്മൾ വണ്ടിയുടെ ഇൻറ്റീരിയറിലേക്ക് നോക്കുകയാണെങ്കിൽ തന്നെ നല്ലൊരു ക്ലീൻ ആയിട്ടുള്ള ഇൻറ്റീരിയറാണ്. ഈ മോഡലാണെങ്കിൽ പോലും എൻ്റെ ഡാഷ്ബോർഡ് എല്ലാം പെർഫെക്റ്റ് ആണ്. ഇനി ഈവന്തോ നമുക്ക് സ്റ്റിയറിംഗ് മൗണ്ടഡ് കൺട്രോളും എല്ലാം ഈ കാറിൽ ഇൻക്ലൂഡഡ് ആണ്. പിന്നെ സ്റ്റോക്കായിട്ടുള്ള സിസ്റ്റം വരുന്നുണ്ട്. അത്യാവശ്യം റിയർ സെൻസേഴ്സ് നമ്മൾ എക്സ്ട്രാ ചെയ്തിട്ടുണ്ട്. ഗിയർ നോബായാലും കാണാൻ നല്ല ക്യൂട്ടും കാണാൻ നല്ല ഹാൻഡി ആയിട്ടുള്ള ഗിയർ നോബാണ്. ഇതിൽ വേറെ മെയിനായിട്ട് പറയാനുള്ള ലേഡീസിനുള്ള കൺസേൺ ആയിരിക്കും അവർക്ക് ഹൈറ്റിൻ്റെ ഇഷ്യൂ. ഈ വണ്ടിയിൽ സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് വരെ ഉണ്ട്. ഈ മോഡലിൽ നമുക്ക് സീറ്റിൻ്റെ ഹൈറ്റ് വരെ നമുക്ക് കൂട്ടാൻ പറ്റും. ഈ എല്ലാ ഫീച്ചേഴ്സും ഈ കാറിൽ ഇൻക്ലൂഡഡ് ആണ്. അത്യാവശ്യം പ്രോപ്പറായിട്ടുള്ള കണ്ടീഷൻ, പ്രോപ്പറായിട്ടുള്ള ക്വാളിറ്റിയിലുള്ള കാറാണ്. അത് ഞങ്ങൾ അഷ്യൂർ ചെയ്യും. വണ്ടിയുടെ ഓവറോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഇൻറ്റീരിയർ ക്വാളിറ്റി എത്രത്തോളം ഉണ്ടെന്ന്. ഹോണ്ടയുടെ സ്റ്റോക്കായിട്ടുള്ള സീറ്റ് തന്നെയാണ്. സീറ്റൊക്കെ കാണുമ്പോൾ മനസ്സിലാവും വണ്ടി എങ്ങനെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അത്രയും പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് അത്രയും പവർഫുള്ളും അത്ര ഓടിക്കാനും അത്രയും പ്രോപ്പറും അത്രയും പെർഫെക്റ്റ് കണ്ടീഷനിലിരിക്കുന്ന കാറിൻ്റെ എൻജിൻ വിശേഷങ്ങളിലേക്ക് കിടക്കാം. ഹോണ്ട ബ്രിയോയുടെ എൻജിൻ ബേ നമ്മൾ ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ ഇതിൽ വരുന്നത് ഹോണ്ടയുടെ ഐവിടെക് 1.2 എഞ്ചിനാണ്. അത്യാവശ്യം നല്ല ഹൈ സ്പീഡിൽ പോലും സ്റ്റേബിൾ ആയിട്ടുള്ള എഞ്ചിനാണ്. നല്ലൊരു ഫാൻ ബേസ് ഉള്ളതും നല്ല ക്വാളിറ്റി ഉള്ളതും നല്ല കസ്റ്റമർ റിവ്യൂ ഉള്ള മോഡലും ആയിട്ടുള്ള മോഡലാണിത്. അത്യാവശ്യം നല്ലൊരു എഞ്ചിനാണ് ഇതിന് വരുന്നത്. മെയിൻ അട്രാക്ഷൻ തന്നെ റിലയബിലിറ്റിയാണ്. ഹോണ്ടയുടെ ഈ സീരീസിൽ വരുന്ന എഞ്ചിൻ്റെ റിലയബിലിറ്റി അറ്റ് പീക്കാണ്. അത്രയും ക്വാളിറ്റി ഉള്ള എഞ്ചിനാണ്. പിന്നെ വണ്ടിയുടെ എഞ്ചിൻ ബേയും അകത്തുള്ള ഇതൊക്കെ നോക്കുകയാണെങ്കിൽ തന്നെ മനസ്സിലാവും വേറെ കാര്യമായിട്ട് അപാകതയൊന്നുമില്ല. ഇതിൻ്റെ സീലിംഗ് ആണെങ്കിലും എവറിത്തിങ് ഈസ് ഇൻ പെർഫെക്റ്റ് കണ്ടീഷൻ. വണ്ടി അത്രയും പ്രോപ്പറാണ്. ആ ജെന്യൂനിറ്റി നമ്മൾ ഉറപ്പാക്കും. വണ്ടി വേറെ കാര്യമായിട്ട് പ്രശ്നങ്ങളൊന്നുമില്ല. നല്ല നീറ്റായിട്ടുള്ള വണ്ടിയാണ്. കാണാനും നിങ്ങൾ ആ വീഡിയോ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും വണ്ടി എത്രത്തോളം ഗ്ലോ ചെയ്യുന്നുണ്ടെന്ന്. അത്ര നല്ലൊരു കാറാണ്. സോ ഇതൊക്കെയാണ് ഈ വണ്ടിയുടെ മെയിൻ വിശേഷങ്ങൾ. അപ്പോൾ നമുക്ക് വണ്ടിയുടെ പ്രൈസിങ്ങിലേക്ക് കിടക്കാം. ഈ കാണുന്ന 2013 മോഡൽ സിംഗിൾ ഓണർ ഹോണ്ട ബ്രിയോയുടെ പ്രൈസിങ്ങിലേക്ക് കിടക്കാം. ഈ കാറിൻ്റെ പ്രൈസ് വരുന്നത് 3,80,000 ആണ്. സ്ലൈറ്റ്ലി നെഗോഷ്യബിൾ ആണ്. നല്ലൊരു ഓഫറാണ്. കാരണം ഇത്രയും ക്വാളിറ്റി ഉള്ള കാറ്, നല്ലൊരു എൻജിൻ ഓപ്ഷൻ വരുന്നുണ്ട്, സിംഗിൾ ഓണറാണ്. നമ്മൾ ഈ കാർ അവൈലബിൾ ആയത് നമ്മുടെ ന്യൂമറീസ് കാർസ് കേരള ആലുവ ബാങ്ക് ജംഗ്ഷനിലുള്ള ഷോറൂമാണ്. നമുക്ക് ടോട്ടലി 3 ഷോറൂം ഉണ്ട്. അപ്പോൾ ആലുവ ബാങ്ക് ജംഗ്ഷനിലുള്ള ഷോറൂമിലേക്ക് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം, എൻക്വയറി ചെയ്യാം, ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് നോക്കാം. ഇഷ്ടപ്പെട്ടിട്ട് നിങ്ങൾക്ക് വണ്ടി കൊണ്ടുപോകാം. അപ്പോൾ ഇതുപോലെയുള്ള നല്ലൊരു വണ്ടികളായി നമ്മൾ വീണ്ടും വരുന്നതാണ്. അതൊരു ഗുഡ് ബൈ.